നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 40 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി, എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു തലേ ദിവസം കടന്നു വരുന്ന യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷെ അന്ന് യേശുവിനെ അനുഗമിക്കാൻ ആളുകൾ തയ്യാറായില്ല. പിറ്റേന്ന് ദിവസം കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, അപ്പോൾ യേശു തലേ ദിവസം കടന്നു വരുന്ന യേശു, പിറ്റേ ദിവസം കടന്നു പോകുന്ന യേശു. പ്രിയപ്പെട്ടവരെ, യേശു കടന്നു പോകും. എന്നും യേശുവിനെ കാണാനും യേശുവിന്റെ ശബ്ദം കേൾക്കാനും മാനസാന്തരപ്പെടുവാനും സാധിക്കുകയില്ല. കൃപയുടെ ഒരു കാലമുണ്ട്, രക്ഷാ ദിവസമുണ്ട്, ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു കാലമുണ്ട്, ഒരു സന്ദർശന കാലം ഉണ്ട്. ഇവിടെ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ അലറി വിളിച്ച് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടെന്ന് പറയുമ്പോൾ യാഗമാകേണ്ടവൻ എന്നാണ് അർത്ഥം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് തലേദിവസം വിളിച്ചു പറഞ്ഞു. പഴയ നിയമത്തിലെ മഹാപാപരിഹാര ദിവസത്തെ യാഗം, അത് അസസേലിന് ചീട്ട് വീണ ആടിനെ ഒരാളുടെ വശം കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ കൊടുങ്കാട്ടിൽ എത്തുമ്പോൾ ആള് തിരിച്ചു പോരുകയാണ്. ആട് അവിടെ ഒറ്റപ്പെടുകയാണ്. അവിടെ തീർച്ചയായിട്ടും ദുഷ്ടമൃഗങ്ങളാൽ അത് കടിച്ചു കീറപ്പെടും. അപ്പോൾ ഇസ്രായേലിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഒരു കുഞ്ഞാട് മരുഭൂമിയിലേക്ക് അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകുന്നു. യേശു മനുഷ്യന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് ദൈവം മനുഷ്യന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് നൽകിയിരുന്നത്. തലേ ദിവസം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ, തന്നെ അനുഗമിക്കുന്ന ആളുകൾ തന്നെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകണം, അതിനായിരുന്നു. പിറ്റേന്നാൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഒരാളുടെ പേര് പറയുന്നുണ്ട്, അന്ത്രയാസ്. മറ്റേയാളുടെ പേര് പറയുന്നില്ല. നമുക്ക് ഊഹിക്കാം, അത് ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ തന്നെയാണ്. യേശുവിൻ്റെ ഒരു അപ്പോസ്തലനായി തീർന്ന യോഹന്നാൻ തന്നെ ആയിരുന്നു. കാരണം കൃത്യം സമയമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 10-ാം മണി നേരമായിരുന്നു. അവർ 2 പേരും യേശുവിനോടൊത്ത് ഒരു ദിവസം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് യോഹന്നാനായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. യോഹന്നാൻ സ്നാപകനെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ 2 പേര് വരുന്നു എന്ന് സർവജ്ഞാനത്തിൽ മനസ്സിലാക്കി യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവിതം നയിക്കുന്ന ആളുകളുടെ ലക്ഷ്യം നല്ലതായിരിക്കണം. അവരുടെ നോട്ടം ആത്മീകമായിരിക്കണം. എന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് രോഗം മാറാൻ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ, അവർക്ക് ജോലി കിട്ടാൻ, വീടുണ്ടാകാൻ, ജീവിത സൗകര്യം ഉണ്ടാകാൻ, പിന്നെ കുബേരരാകാൻ ഒക്കെ മാനസാന്തരപ്പെടുന്നവരുണ്ട്. ഭൗതിക ലക്ഷ്യം. അതിന് താളം തുള്ളുന്ന പ്രസംഗകരുമുണ്ട്. അതായത് മാനസാന്തരപ്പെട്ടാൽ, യേശുവിൻ്റെ വചനം കേൾക്കുകയും യേശുവിൻ്റെ അടുക്ക വരികയും ചെയ്താൽ സമൃദ്ധി ഉണ്ടാകും എന്ന് പറയുന്ന പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ആളുകളും ഈ ലോകത്തുണ്ട്. യേശു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വചനം കേട്ട് എൻ്റെ പിന്നാലെ വന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, വാരിക്കോരി ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ് യേശു പറഞ്ഞത്.
കാരണം യേശുവിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. എന്നെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, അത് യേശു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ ഒരു സുഭിക്ഷത ഉണ്ടാകും എന്ന് യേശു പറഞ്ഞിട്ടില്ല. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾക്ക് എന്ത് കിട്ടിയാൽ നിങ്ങൾ പോകാം? ഇതാണ് ചോദ്യം. അവർ പറഞ്ഞു, ഗുരു, നീ എവിടെ പാർക്കുന്നു? അങ്ങേ ഞങ്ങൾ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഞങ്ങൾ ശിക്ഷപ്പെട്ടിരിക്കുകയാണ്. ഗുരു ശിഷ്യ ബന്ധം, അന്ന് ഗുരുകുല സമ്പ്രദായമുള്ള കാലമാണല്ലോ. അങ്ങയോടുകൂടെ പാർക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, വന്ന് കാണുക. ഗുരു അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശുവിന് ഒരു മാളിക മുറിയോ അല്ലെങ്കിൽ ഒരു വീടോ കാണിച്ചു കൊടുക്കാനില്ലായിരുന്നു. വന്ന് കാണുക എന്ന് പറഞ്ഞു. അവർ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു. ഒരുപക്ഷെ ഒരു മരച്ചുവട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മലയിലെ പാറപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു കടൽ തീരത്തെ മണൽപ്പരപ്പിലായിരിക്കാം. യേശു പറഞ്ഞു, നമുക്കിന്നിവിടെ കൂടാം. അവർ വളരെ സന്തോഷത്തോടെ യേശുവിനോടൊപ്പം വസിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് വേണ്ടത് യേശുവിനെയാണ്. ദൈവം മനുഷ്യനായി തീർന്ന യേശുവിനെയാണ് നമുക്ക് വേണ്ടത്. പുത്രനുള്ളവന് ജീവനുണ്ട്. പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നൽകാൻ പ്രസാദിച്ച ആ പുത്രനെ സ്വീകരിക്കുക. പുത്രനെ സ്വീകരിക്കുക. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശുവിനോടൊത്ത് ഒപ്പം ജീവിക്കുവാൻ തയ്യാറാകുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ വീടോ കാറോ പണമോ രോഗസൗഖ്യമോ വിവാഹമോ വിദ്യാഭ്യാസമോ തൊഴിലോ ഇതൊന്നും ആയിരിക്കരുത്. ദൈവം 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 മനുഷ്യനായ യേശു, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. യേശുവിനെയാണ് നേടേണ്ടത്. കർത്താവ് അതിന് നമുക്ക് ബുദ്ധി നൽകട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.